ഇന്നത്തെ വീഡിയോ ഒരു കേക്കാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ അതിന് ഒരു കപ്പും 1/4 കപ്പും മൈദ, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ സാൾട്ടും കൂടി ചേർത്തിട്ട് നല്ലോണം സീവ് ചെയ്യണം കേട്ടോ. ഒരു 3 വട്ടം സീവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഇട്ട ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സീവ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ അവിടെ ഇവിടെയും നിന്നിട്ടേ ചിലപ്പോൾ കേക്ക് നല്ലതുപോലെ പൊന്തി വരില്ല. അപ്പോൾ സീവ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 3 വട്ടം ഞാൻ സീവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് അത് മാറ്റി വെച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ 1 കപ്പ് സാര പൊടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് വലിയ മുട്ടയാണെങ്കിൽ 2 എണ്ണം, ചെറിയ മുട്ടയാണെങ്കിൽ 3 മുട്ടയും നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ വെച്ചിട്ട് നല്ലതുപോലെ പതഞ്ഞ് പൊന്തി വരുന്ന വരെ ബീറ്റ് ചെയ്യണം. മുട്ട നല്ലോണം പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര കുറച്ച് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര കുറച്ച് ചേർത്താൽ മതിയായിരിക്കും. അപ്പോൾ അത് അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റായി കിട്ടുള്ളൂ. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ചേർക്കാം. 1/4 കപ്പ് പാല്, 1/4 കപ്പ് ഓയിൽ ഇട്ടാ, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇത്ര ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടി ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ചേർക്കാം. സാവധാനം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. സാവധാനം ബീറ്റല്ല, മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. ചിലപ്പോൾ അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു 7 ഇഞ്ചിൻ്റെ ടിന്നിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് അതിൽ മൈദ ഇട്ടിട്ട് അതിലേക്കാണ് കേട്ടോ നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പാകത്തിന് ഒരു അടി കെട്ടിയുള്ള പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു തട്ട അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആണ് കേക്ക് ഇറക്കി വെച്ചത് കേട്ടോ. ആദ്യം തന്നെ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ പാത്രം. എന്നിട്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. 2 കപ്പ് ക്രീമാണ് ഞാൻ എടുത്തേക്കുന്നത്. ക്രീം നല്ലതുപോലെ സ്റ്റിഫായി വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലതുപോലെ സ്റ്റിഫായി വരണം.